നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സീസൺ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഇതാ സെമി ഫൈനൽ ഘട്ടത്തിലാണുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ബാലൻ ഡി ഓർ ആർക്കാണ്? സീസൺ വൈസ് ആണല്ലോ കാര്യങ്ങൾ നോക്കുക. നിലവിലെ പെർഫോമൻസ് വെച്ച് ആർക്കാണ് കൂടുതൽ ബാലൻ ഡി ഓർ സാധ്യത? നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. ഇത് സ്കോർ 90 ഏറ്റവും പുതുതായിട്ട് പ്രസിദ്ധീകരിച്ച പവർ റാങ്കിങ് ആണ്. അതിൽ അവർ 20 താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ 20 താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ബാലൻ ഡി ഓർ സാധ്യത കണക്കാക്കുന്നത് ഹൂലിയൻ ആൽവാരസിനാണ്. അദ്ദേഹത്തിന് 20ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. മിന്നും പ്രകടനം താരം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കിരീട പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടാണല്ലോ. 19ാം സ്ഥാനത്താണ് വിനി ജൂനിയർ. കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ പോയ വിനിയാണ്. പക്ഷേ അദ്ദേഹം 2ാമതായി പോയി. ഇത്തവണ ഏതായാലും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ റയൽ പുറത്തായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പവർ റാങ്കിങ് സ്കോർ 90 കൊടുക്കുന്നത് 19ാം സ്ഥാനം. 18ാം സ്ഥാനത്ത് മറ്റൊരു റയൽ മാഡ്രിഡ് താരം ജൂഡ് ബെല്ലിംഗാമാണ്. 17ാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ ഗബ്രിയേൽ വരുന്നു. അദ്ദേഹം അവരുടെ ഡിഫൻസിലെ ശക്തി ദുർഗമാണ്. തീർച്ചയായിട്ടും ആഴ്സണൽ ഇപ്പോൾ സെമി ഫൈനലിലേക്ക് UCL എത്തി നിൽക്കുകയാണല്ലോ. 16ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ്റെ ബസ്റ്റോണിയാണ്. മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടി കരുത്തിലാണ് അവർ UCL അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 15ാം സ്ഥാനത്ത് PSG ശക്തി ദുർഗം, അവരുടെ കളി മെനയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നയാൾ ക്വാറസ്കേലിയ 15ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്ത് സാക്കയാണ്. സാക്കയുടെ തിരിച്ചുവരവ് ആഴ്സണലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉന്മേഷം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. സാക്കയാണ് 14ാമത്. 13ആണ് കിലിയൻ എംബാപ്പെ. വലിയ പ്രതീക്ഷയോടുകൂടി റയലിലേക്ക് ചേക്കേറിയ താരത്തിന് പക്ഷേ ഇത്തവണയും UCL കിരീടം ഉണ്ടാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് ആരാധകർക്ക് വലിയ നിരാശ അത് സമ്മാനിക്കുന്നുണ്ട്. എംബാപ്പെ 13ാം സ്ഥാനത്താണെങ്കിൽ അഷ്റഫ് ഹക്കീമി അദ്ദേഹത്തിൻ്റെ കട്ട ചങ്ക് ഇപ്പോഴും PSG തുടരുന്ന ഹക്കീമി മികച്ച പ്രകടനമാണ് PSG-ക്കായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹക്കീമിയാണ് ബാലൻ ഡി ഓർ പവർ റാങ്കിൽ 12ാമത്. ലിവർപൂളിൻ്റെ വെർജിൽ വാൻ ഡൈക്ക്. ലിവർപൂൾ UCL നിന്നൊക്കെ പുറത്തായിട്ടുണ്ടാകും. പക്ഷേ പ്രീമിയർ ലീഗിൽ അവർ കിരീടത്തിലേക്ക് ഉദിക്കുകയാണ്. 11ാം സ്ഥാനത്ത് വെർജിൽ വാൻ ഡൈക്ക് വരുമ്പോൾ 10ാം സ്ഥാനത്ത് ബാരല്ലയാണ്. ഇന്റർ മിലാൻ്റെ നിക്കോ ബാരല്ല. ഇന്റർ മികച്ച പ്രകടനം തുടരുകയാണല്ലോ. 9ാം സ്ഥാനത്ത് വിറ്റീഞ്ഞയാണ്. PSG പോർച്ചുഗീസ് സൂപ്രതാരം. PSG ഇത്തവണത്തെ കുതിപ്പിന് പുറകിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അദ്ദേഹം 9ാമത് വരുമ്പോൾ 8ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ്റെ അർജന്റീൻ സൂപ്രതാരം ലൗറ്ററോ മാർട്ടീനസ് ആണ്. ലൗറ്ററോയുടെ ഗോളടി വേളം അത് ഇന്ററിന് വലിയ രൂപത്തിൽ കരുത്തായി മാറിയിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് ഡെക്ലാൻ റൈസ് ആണ്. ഡെക്ലാൻ റൈസ് റയൽ മാഡ്രിഡിന് ആഴ്സണൽ മറികടക്കും. അതിൽ പ്രധാനപ്പെട്ട റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി. ഇപ്പോഴും ഗോളടിയിൽ ഒരു കുറവും വരുത്താതെ ബാഴ്സയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന താരം. 5ാം സ്ഥാനത്ത് ഇപ്പോൾ നോക്കുക, PSG പൊളിച്ചെടുക്കുന്ന ഡെംബലെ. അദ്ദേഹം ബാഴ്സ വിട്ട് PSG പോയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കളി വന്നുകൊണ്ടിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ സലാക്ക് ഇനി എത്രത്തോളം സാധ്യത എന്നത് കണ്ടറിയണം. 3ാം സ്ഥാനത്ത് ലമീൻ യമാലാണ്. FC ബാഴ്സലോണയുടെ സൂപ്പർ താരം. എന്തൊരു കളിയാണ് ഈ 17ാം വയസ്സിലും പുറത്തെടുക്കുന്നത്. 2ാം സ്ഥാനത്ത് മറ്റൊരു ബാഴ്സ താരം പെഡ്രിയാണ്. ബാഴ്സയുടെ മധ്യനിരയിലെ കരുത്തൻ പെഡ്രിയെ. 1ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ തന്നെ താരം റാഫീഞ്ഞ. ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ UCL-ലാണെങ്കിലും ലാലിഗയിലാണെങ്കിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് റാഫീഞ്ഞയാണ്. അദ്ദേഹമാണ് 1ാമത്. വളരെ പെട്ടെന്നൊന്ന് പറയാം. 1 റാഫീഞ്ഞ, 2 പെഡ്രി, 3 യമാല്. അപ്പോൾ ആദ്യ 3 സ്ഥാനത്തും ബാഴ്സക്കാരാണ്. 4 സല, 5 ഡെംബലെ. 6ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ റോബർട്ട് ലെവൻഡോസ്കി. 7 ഡെക്ലാൻ റൈസ്. 8 ലൗട്ടറോ മാർട്ടീനസ്. 9 വിറ്റീഞ്ഞ. 10 നിക്കോ ബഡല്ല. 11 വെർജിൽ വാൻ ഡൈക്ക്. 12 അഷ്റഫ് ഹക്കീമി. 13 കിലിയൻ എംബാപ്പെ. 14 ബുക്കായോ സാക്ക. 15 ക്വാറസ്കേലിയ. 16 ബസ്റ്റോണി. 17 ഗബ്രിയേൽ. 18 ബെല്ലിംഗാം. 19 വിനി ജൂനിയർ. 20 ഹൂലിയൻ ആൽവാരസ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.